എല്ലാവർക്കും അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ബേസിക് ട്യൂട്ടോറിയൽ സീരീസ് 1 കഴിഞ്ഞ ബുധനാഴ്ചത്തോടെ തീർന്നു. ഫസ്റ്റ് സീരീസ്. അപ്പം ആദ്യത്തെ 5 സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ബേസിക് തിങ്സും ബാക്കിത്തെ 4 സെക്ഷനിൽ വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആ 4 സെക്ഷനിലും കൂടി നമ്മൾ 25 സ്റ്റിച്ചസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 25 സ്റ്റിച്ചസ് എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. കുറേ പേര് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചിട്ടുണ്ട് അത് ചെയ്ത് നോക്കി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ. കുറച്ച് പേരൊക്കെ മെയിൽ വഴി ഫോട്ടോസും അയച്ചു തരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കും സന്തോഷം. നിങ്ങളെല്ലാം പഠിക്കുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ നമുക്കും സന്തോഷം. അപ്പോൾ കുറേ പേരൊക്കെ ചോദിക്കുന്നു ഇനി അടുത്ത സെക്ഷൻ എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചു. അപ്പം അടുത്ത ബുധനാഴ്ച മുതൽ നമ്മൾ അടുത്ത സെക്ഷൻ തുടങ്ങുവാണ്. അപ്പോൾ ആ ഹാൻഡ് എംബ്രോയിഡറി ആ സീരീസിൽ ബേസിക് ട്യൂട്ടോറിയലിൻ്റെക്കാളും ഒരു ലെവൽ കൂടിയ സ്റ്റിച്ചസ് ആണ്, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചസ് ആണ് കാണിക്കാൻ പോകുന്നത് അടുത്ത 5 സീരീസിൽ 5 സെക്ഷനിൽ. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അടുത്ത ബുധനാഴ്ച മുതൽ അടുത്ത ട്യൂട്ടോറിയൽ തുടങ്ങുകയാണ്. എല്ലാവരും കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സർദോസി വെച്ചിട്ട് ഒരു ഡിസൈനിങ് ആണ്. സർദോസി ഡിസൈനിങ് ആണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ഡിസൈനിങ് ഒന്നുമല്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോട്ടീവാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് നെക്ക് ലൈനിൽ തയ്ക്കാം, അതല്ല എന്ന് പറഞ്ഞാൽ യോക്ക് പോർഷൻ മാത്രം തയ്ക്കാം, അല്ലെങ്കിൽ ഓൾ ഓവർ സ്പ്രെഡ് ചെയ്ത് ചുരിദാറിൽ വേണമെങ്കിൽ തയ്ക്കാവുന്നൊരു കുഞ്ഞ് ഡിസൈനാണ്. അപ്പോൾ നമ്മൾ സർദോസി നമ്മൾ മേടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ലെങ്ത് ആയിട്ടുള്ള ഒരു ട്യൂബായിരിക്കും. അത് നമ്മൾ കട്ട് ചെയ്ത് ഡിസൈനിൻ്റെ മുഴുപ്പ് അനുസരിച്ച് അതിൻ്റെ ആദ്യം ഡിസൈൻ വരച്ചിട്ട് അതിൻ്റെ ഡിസൈനിൻ്റെ എന്തോരം വലിപ്പം വേണം നമുക്ക് ട്യൂബിന്, അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം നമ്മൾ ഒരു കുഞ്ഞു ഡിസൈനാണ് എല്ലായിടത്തും സ്കാറ്റർ ചെയ്ത് തയ്ക്കാൻ ഉദ്ദേശിക്കണേ എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈനിന് എന്തോരം സർദോസി വേണം എന്ന് ആദ്യം മെഷർ ചെയ്ത് ഒരു വട്ടം ഒന്ന് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത മെഷർമെൻറ്റിൽ വെച്ചിട്ട് ബാക്കി മുഴുവൻ എത്ര ഡിസൈൻ ഉണ്ട് അത്രയും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ തയ്ക്കാൻ തുടങ്ങുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുണ്ടാകും. അല്ലെങ്കിൽ ഒരു ഡിസൈൻ തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിലും ഭേദം ആദ്യം തന്നെ അങ്ങ് കട്ട് ചെയ്ത് ഒരുമിച്ചങ്ങ് വെച്ചിട്ട് പിന്നെ തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുണ്ടാകും. അപ്പോൾ നമുക്ക് സർദോസി ഡിസൈൻ എങ്ങനെയാണ് ചെയ്യണേ എന്നൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇതിപ്പോൾ ചുരിദാർ ടോപ്പിൻ്റെ നെക്ക് പോർഷനാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഓരോ മോട്ടീവ്സ് സ്കാറ്റർ ചെയ്ത് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇയറിങ്ങിന് തയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ 2 കർവ്സ് ഇവിടെ ബീഡ്സ് വെക്കാനായിട്ടാണ്, സ്റ്റഡായിട്ട് ഇരിക്കുന്ന ഭാഗത്ത് ഒരു ബീഡ് വെക്കാം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കർവ് പോർഷനിലാണ് നമ്മൾ സർദോസി വെക്കുന്നത്. അപ്പോൾ സർദോസി ഇങ്ങനെ ട്യൂബ്സ് ആയിട്ട് ഇങ്ങനെ ലെങ്ത് ആയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ മേടിക്കുന്നത് ഇതുവരെ വലിയ ലെങ്തി ട്യൂബായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ട് ഏത് ഡിസൈനാണ് നമ്മൾ എടുക്കണതെന്ന് വെച്ചാൽ ആ ഡിസൈൻ വരച്ചു കഴിഞ്ഞിട്ട് ഈ ലെങ്ത് ആയിട്ടുള്ള ഈ ട്യൂബ് നമ്മളൊന്ന് വെച്ച് നോക്കുക എന്തോരം നമുക്ക് വേണം. അല്ലാണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലല്ലോ എന്തോരം നീളം വേണമെന്ന്. അപ്പോൾ ജസ്റ്റ് ഒരു വേഗ് ഐഡിയ കിട്ടാനായിട്ട് ഇതുവരെ ഒന്ന് വെച്ച് നോക്കുക. ഇവിടെയാണ് നമുക്ക് എപ്പോഴും ഒരു ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നത്. സർദോസി എന്തോരം വേണം എന്നൊന്ന് അളന്ന് നോക്കണം. അപ്പോൾ ഇതുവരെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വേഗായിട്ടൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഇത്ര ലെങ്ത്ത് മതി എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഔട്ടർ ഇത് തയ്ക്കാനായിട്ട് ഇത്രയും ലെങ്ത്ത് മതി. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ നോർമൽ സിസേഴ്സ് മതി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ഒറ്റ കട്ടിൽ തന്നെ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ സ്പ്രിങ് ഇങ്ങനെ വിട്ടു പോന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കാൻ നേരത്ത് ഇതിങ്ങനെ സ്പ്രിങ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ തയ്ക്കാൻ നേരത്ത് നൂലിലുടക്കി നൂല് ഇതായി പോകും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒറ്റ കട്ടിൽ തന്നെ കട്ട് ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ ഷാർപ്പ് ആയിട്ട് തന്നെ ഇരിക്കുക. ഇങ്ങനെ സ്പ്രിങ് ഊരി പോരാനായിട്ടുള്ള ഇട വരുത്തരുത്. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഉള്ളിൽ എന്തോരം ആവശ്യമുള്ളതെന്നുള്ളത് മെഷർ ചെയ്ത് നോക്കുക. എന്നിട്ട് അതും അതിൻ്റെ അളവെടുത്തിട്ട് അതുവരെ കട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരത്തെ എത്ര ഡിസൈൻസ് ഉണ്ട് മൊത്തത്തിൽ നമ്മുടെ ടോപ്പിലായാലും ഏത് സാധനമാണ് തയ്ക്കുന്നതെന്ന് വെച്ചാൽ അതിൽ എത്ര ഡിസൈൻസ് ഇതുവരത്തെ വരുന്നുണ്ട് അത്രയും ഡിസൈൻസിൻ്റെ അളവ് അത്രയും തന്നെ കട്ട് ചെയ്ത് സർദോസി ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഓരോ ഇത് ഒരു ഭാഗത്ത് വെക്കുക. അടുത്ത ഉള്ളിൽ തയ്ക്കാവുന്ന സർദോസിയുടെ ലെങ്ത്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അങ്ങനെ 2ആയിട്ട് മാറ്റി വെച്ചിട്ട് വേണം തയ്ക്കാൻ തുടങ്ങുന്നത്. പിന്നെ തയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആങ്കറിൻ്റെ ത്രെഡ് വേണമെന്നൊന്നുമില്ല. സാധാ മെഷീത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ത്രെഡ് ആയാലും മതി. എന്നിട്ട് 1 സ്ട്രാൻഡ് ആങ്കറിൻ്റെ എടുത്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, അതായാലും കുഴപ്പമൊന്നുമില്ല. ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം.
സർദോസി ഏതാ നമ്മൾ എടുക്കണേ അതിന് മാച്ച് ചെയ്യുന്ന കളർ വേണം ത്രെഡ് എടുക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ നമ്മൾ തയ്ക്കുമ്പം വേറെ കളർ ത്രെഡ് ഇട്ട് തയ്ച്ചാൽ തയ്ക്കുന്നതിന് ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ സെയിം കളർ തന്നെയുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് വേണം സർദോസി വെച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്ക്കേണ്ടതെന്നുള്ളത് നോക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചു, ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ നൂല് 1 സ്ട്രാൻഡ് എടുത്തിട്ടുണ്ട്. ഒരേഴ എടുത്തിട്ടുള്ളൂ, കൂടുതലൊന്നും എടുത്തിട്ടില്ല. ഒരേഴ മതി, അല്ലെങ്കിൽ നമ്മളിങ്ങനെ തയ്ച്ചു പിടിക്കുമ്പം ഒത്തിരി എടുത്ത് കാണിക്കും. അപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഔട്ടർ ഇത് തയ്ക്കാനായിട്ട്. അപ്പം സർദോസി തയ്ക്കാനായിട്ട് ഏറ്റവും തിന്നായിട്ടുള്ള നീഡിൽ വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ സർദോസിയുടെ ഉള്ളിൽ കൂടെ കിടക്കത്തില്ല. തിന്നായിട്ടുള്ളതും നീളമുള്ള ത്രെഡ് സൂചി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സർദോസി ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറ്റുകയാണ്. സൂചിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ സർദോസി കയറ്റുകയാണ്. ഇപ്പം സർദോസിയുടെ ലെങ്ത്ത് ഇനിയും കൂടുവാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഡിസൈൻ്റെ അനുസരിച്ച് സർദോസിയുടെ ലെങ്ത്തും കൂടുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഇനിയും കൂടുവാണെങ്കിൽ നമ്മുടെ സൂചിയുടെ നീണ്ട സൂചി എടുത്താലാണ് അങ്ങനത്തെ ഒത്തിരി വലുപ്പമുള്ള സർദോസി കയറ്റാൻ പറ്റുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അത്രയും വലുപ്പമുള്ള സർദോസി കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നീളമുള്ള സൂചി തന്നെ എടുക്കണം. നമ്മൾ സർദോസി ഇങ്ങനെ കയറ്റിയിട്ട് നമുക്ക് ഇവിടെയാണ് താത്തേണ്ടത്. അപ്പോൾ നമ്മളിവിടെ താത്തണു. സർദോസി നമ്മൾ നൂല് വലിക്കുമ്പോൾ സർദോസി തന്നെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അത് വളഞ്ഞ് വന്നോളും. പിന്നെ നമ്മളൊന്ന് ഉറപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ താഴെ ഒന്ന് ഉടക്കി വെക്കുക, അല്ലെങ്കിൽ ഇത് പൊങ്ങിപ്പോരുമല്ലോ. അപ്പോൾ ഉടക്കി വെക്കുക, നല്ലോണം വലിച്ചിട്ട് നമ്മളിങ്ങനെ ഉടക്കി വെച്ചാൽ മതി. ഒത്തിരി വലിക്കണ്ട. ഒത്തിരി വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ സ്പ്ലിറ്റായി പോകും. ഈ സർദോസി ഒരേ സ്പ്രിങ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ഒത്തിരി വലിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അവിടെ ഒരു വെട്ട് വരും. അപ്പോൾ ഇതുവരെ ഒന്ന് ഉടക്കി വെച്ചാൽ മതി. ഇനി അടുത്തത് ഉള്ളിൽ തയ്ക്കാനായിട്ട് ഇതുവരെ തന്നെ നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതുവരെ തന്നെ സർദോസി എടുത്തിട്ട് നീഡിലിൽ കൂടെ കോർക്കുക, എന്നിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുവരെ തന്നെ ആദ്യം വെച്ചവരെ തന്നെ നമുക്ക് എവിടം വരെ ഡിസൈൻ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ താത്തുക. എന്നിട്ട് ഇതുവരെ തന്നെ താഴത്തെ കൂടെ വലിച്ചെടുക്കുക. ഉള്ളിൽ നമുക്കൊരു ഇതും കൂടെ വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു കർവും കൂടെ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു കർവും കൂടെ നമുക്ക് വേണമെങ്കിൽ വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഒരു ബീഡാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ബീഡും കൂടെ വെക്കാം. ഇങ്ങനെ സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ മാറ്റി എടുക്കാം. ഇപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതും കൂടെ വേണമെങ്കിൽ ഇതിൻ്റെയും കൂടെ കുഞ്ഞ് ഒരു ഇതെടുക്കുക, ഒരു സർദോസി എടുക്കുക, എന്നിട്ട് ഇതുവരെ തന്നെ ചെയ്യുക. അതെല്ലാം ഒരു ബീഡാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഡ് വെക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ബീഡാണ് വെക്കാൻ പോകുന്നത് സെൻറ്ററിലായിട്ട്. അതും ഒരു ആൻറ്റിക് കളർ ബീഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു സെമി സർക്കിൾ ബീഡാണ്. ഇത് ഫുള്ളായിട്ട് സർക്കിളല്ല, ഒരു സെമി സർക്കിൾ ബീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എടുത്തിട്ട് ഇതുവരെ വെക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് ഒരു വട്ടവും കൂടെ എടുത്തിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇവിടെ മേളിൽ നമുക്ക് ഇതുവരെ തന്നെ ജുമുക്കയുടെ സ്റ്റഡ് നമുക്ക് തയ്ക്കാം. അതിന് ഞാൻ റൗണ്ട് ബീഡ്സ് തന്നെയാണ് എടുക്കുന്നത്.
അപ്പോൾ ഇങ്ങനത്തെ ഒരു ജുമിക്കയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മേളിൽ 3 ബീഡ്സ് വെച്ചിരിക്കുന്നു, 2 സർദോസിയുടെ 2 റിങ്, പിന്നെ നടുക്കൊരു ജുംക്ക. ഇനി വേണം എന്നുണ്ടെങ്കിൽ താഴത്തോട്ട് ഇതിലും കുഞ്ഞ് ഷുഗർ ബീഡ്സ് ഒക്കെ വേണമെങ്കിൽ താഴത്തോട്ട് തൂക്കായിട്ട് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ഏത് രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതൊരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ളൊരു സർദോസി ഡിസൈൻ ഉണ്ട്. അതുപോലെ നമുക്കിതുപോലെ സ്കാറ്റർ ചെയ്ത് നമുക്ക് ടോപ്പിൽ ഫുള്ളും ചെയ്യാം. അതല്ല നെക്ക് ലൈൻ മാത്രമാണെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സർദോസിയുടെ 2 ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു ഡിസൈനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങളും ഇതുവരെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.